ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യപരവും അതിശയിപ്പിക്കുന്നതുമായ യുദ്ധവിമാനമാണ് B2 സ്പിരിറ്റ് ബോംബർ. ഇതിന്റെ പ്രവർത്തന രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാലോ. എങ്ങനെയാണ് ഈ വിമാനം റഡാറിൽ പോലും കാണാനാവില്ല എന്ന് പലരും പറയുന്നത്? അതിന്റെ മെക്കാനിസവും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കിയാലോ. B2 സ്പിരിറ്റ് ഒരു അമേരിക്കൻ സ്ട്രാറ്റജിക് ബോംബറാണ്. ഇത് കൺവെൻഷണൽ ആയുധങ്ങളും ന്യൂക്ലിയർ ബോംബുകളും വഹിക്കാൻ കഴിവുള്ള ഒരു യുദ്ധവിമാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയേറിയ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ഇത്. ഓരോ B2വിനും $2 ബില്യൺ വില വരുന്നുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ സുരക്ഷിതമായ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ തരണം ചെയ്ത് എതിരാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തി വരിക എന്നുള്ളതാണ്. B2വിന് 4 ജനറൽ ഇലക്ട്രിക് ടർബോഫാൻ എഞ്ചിനുകളാണുള്ളത്. ഇവയെല്ലാം വിമാനത്തോടു കൂടെ അകത്ത് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആയതിനാൽ എഞ്ചിൻ താപം പോലും പുറത്തേക്ക് വരുന്നില്ല. 2 പേർ മാത്രമാണ് അകത്തുള്ളത്, പൈലറ്റും മിഷൻ കമാൻഡറും. B2വിന് ഏകദേശം 6000 നോട്ടിക്കൽ മൈൽസ്, അതായത് 11000 കിലോമീറ്റർ വരെ റീഫ്യൂവൽ ഇല്ലാതെ പറക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഭൂഖണ്ഡങ്ങൾ കടന്നുപോയി തിരിച്ചു വരാൻ പോലും അതിന് സാധിക്കുമെന്ന്. B2വിന്റെ ഏറ്റവും വലിയ രഹസ്യമാണ് അതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ. B2വിന് ഫ്യൂസലേജ് അല്ല, ടെയിൽ അല്ല, അതുപോലെ വലിയ വിങ് പോലെയാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിൽ വലിയ വളവുകളും ഒരുമിച്ചുള്ള പാളികളും മാത്രമാണുള്ളത്. വലുതായും കേർവ്ഡായും ഉള്ള ഈ ഒരു രൂപം റഡാർ തരംഗങ്ങളെ പല ദിശയിലേക്കും തിരിച്ചയക്കുന്നു. ആയതിനാൽ റഡാർ സിഗ്നൽ റഡാർ സോഴ്സിലോട്ട് എത്തുന്നില്ല. വിമാനം നിർമ്മിച്ചിരിക്കുന്നതാവട്ടെ പ്രത്യേകം റഡാർ അബ്സോർബന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ഇതിന്മേൽ പുറത്ത് പ്രത്യേക പെയിന്റും ടേപ്പും ഉപയോഗിച്ച് ഒരു മെറ്റീരിയലുകൾ റഡാർ തരംഗങ്ങളെ എങ്ങനെ ആഗിരണം ചെയ്യാൻ പറ്റുമെന്നുള്ള എല്ലാ സാങ്കേതിക വിദ്യയും അതിന്റെ പുറത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഒളിപ്പിക്കലാണ് മറ്റൊരു പ്രത്യേകത. മുഴുവൻ എഞ്ചിനുകളും വിമാനത്തോടു കൂടെ തന്നെ ടി ഷേപ്പ് ഡക്കിലൂടെയാണ് വായു എടുക്കുന്നതും എക്സോസ്റ്റ് ആണെങ്കിലാവട്ടെ തണുത്തതുമായിട്ടാണ് പുറത്തുവിടുന്നത്. അതിനാൽ താപ സിഗ്നൽ പോലും വളരെ കുറവാണ്. ബോംബുകളും ഗിയറുകളും എല്ലാം വിമാനത്തോട് ഇന്റേണൽ ആയിട്ട് തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്, പുറത്തൊന്നും കാണില്ല. B2വിന് വെർട്ടിക്കൽ ഫിൻ പോലുള്ള ഭാഗങ്ങളൊന്നുമില്ല. ആയതിനാൽ റഡാർ തരംഗങ്ങൾ നേരിട്ട് തിരിച്ചയക്കുന്നില്ല. വിമാനം നിയന്ത്രിക്കാൻ അത്യാധുനിക ഫൈബർ വയർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. വിങ്ങിന്റെ പിന്നിലുള്ള ഫ്ലാപ്പുകൾ ഉപയോഗിച്ചാണ് റോൾ, പിച്ച്, യോ എന്നിങ്ങനെയുള്ള മൂവ്മെന്റുകൾ നടത്തുന്നത്. ഇതിന്റെ എല്ലാ ഓർഡൻസും കൂടി ഏകദേശം 18000 കിലോ വരെ വെയിറ്റ് വരുന്നുണ്ട്. മുഴുവൻ ഇന്റേണൽ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. GBU-57 പോലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ വരെ ഇതിൽ വഹിക്കാൻ കഴിയും. എങ്ങനെയാണ് ബോംബ് ഡിസ്പേഴ്സിംഗ് ആൻഡ് ടാർഗറ്റിംഗ് നടക്കുന്നത്? B2വിൽ 2 റോട്ടറി ലോഞ്ചറുകളാണുള്ളത്. പൈലറ്റ് ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബോംബെ ഡോർ തുറന്ന് ശരിയായ ബോംബ് പൊസിഷനിൽ എത്തിച്ച് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൺവെൻഷണൽ ഗ്രാവിറ്റി ബോംബറുകളും GDAM പോലുള്ള പ്രിസിഷൻ ഗൈഡൻസ് ബോംബറുകളും ഉപയോഗിക്കും. GPS, ഇനേർഷ്യൽ ഗൈഡൻസ്, കൺട്രോൾ ഫിൻസ് എന്നിവ ഉപയോഗിച്ച് ബോംബ് കൃത്യമായി എത്തിക്കാനും ഇതുകൊണ്ട് സാധിക്കും. B2 സ്പിരിറ്റ് യുദ്ധവിമാനങ്ങൾക്കിടയിൽ ഒരു വലിയ വിപ്ലവം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, ഉയർന്ന റേഞ്ച്, കൃത്യമായ ആക്രമണ ശേഷി എന്നിവ കാരണം ലോകത്തിലെ ഏറ്റവും അപകടകരവും സുരക്ഷിതവുമായ ബോംബറാണിത്. ആയതിനാൽ B2 സ്പിരിറ്റ് റഡാറിൽ പോലും കാണാനാവാത്ത ലോകത്തിലെ ഏറ്റവും രഹസ്യപരവുമായ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഒരു യുദ്ധവിമാനമാണ്. ഇതായിരുന്നു B2 സ്പിരിറ്റ് ബോംബറിന്റെ അതിശയിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകളും അതിന്റെ പ്രവർത്തന രഹസ്യങ്ങളും. ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.